ദൈവം ഒരുക്കുന്ന സമയത്ത് നീ അവിടെ ഉണ്ടാവണം. When the presence of God is activating, you must make yourself available. ദൈവ സാന്നിധ്യത്തിന്റെ മേഘം ഇറങ്ങി വരുമ്പോ നീ അവിടെ ഉണ്ടാവണം. ഒരു തീ ഇറങ്ങുന്നിടത്ത് നിന്ന് നിന്നെ ചാടിക്കാൻ പിശാച് പല വഴിയും നോക്കും. നിന്റെ ടൈം, നിന്റെ കൈറോസ്, നിന്റെ ഡിവൈൻലി അപ്പോയിന്റഡ് ടൈം, ദൈവം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സമയം, അങ്ങനെ ഒരു സമയം ഉണ്ടോ? ഉണ്ടടാ, ഉണ്ട്. നിനക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. അടിമുടി മേൽകീഴ് മറിക്കുന്ന ഒരു സമയമുണ്ട്. അത് എല്ലാവർക്കും ഉണ്ട്. സാവൂള് പൗലോസാവുന്ന ടൈം, നിന്റെ മേൽ അഭിഷേകത്തിന്റെ കുഴല് തുറന്ന്, അഭിഷേക തൈലത്തിന്റെ കുഴല് തുറന്ന് ദൈവം തലയിലോട്ട് ഒഴിക്കുന്ന ഒരു സമയമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ആ സമയം കടന്നേ മരിക്കാവൂ. ഡിവൈൻ ടൈം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു സമയം ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതായത് നമ്മൾ ഓരോ കാര്യത്തിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഇപ്പൊ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. പിന്നീട് നിങ്ങൾക്ക് അതിന്റെ വിശദമായ അറിയിപ്പ് പിന്നീട് വരും. അതായത് ജൂലൈ മാസം 24 നിങ്ങൾ മൗണ്ട് കാർമലിന്റെ യൂട്യൂബ് ചാനൽ ശ്രദ്ധിച്ചോണം. ജൂലൈ 24 ഷക്കേന ചാനൽ ശ്രദ്ധിക്കണം, ഗുഡ്നസ് TV ശ്രദ്ധിക്കണം, ഷാലോൻ TV ശ്രദ്ധിക്കണം, വേൾഡ് ടു വേൾഡ് ചാനൽ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഏതാ ചാനലെല്ലാം കാണുന്നത് അത് ശ്രദ്ധിച്ചോണം. അന്നൊരു അറിയിപ്പ് വരും. എന്നാ വരുന്നേ? ജൂലൈ 24 ഒരു അറിയിപ്പ് വരും. അത് നമ്മൾ ഒരു വലിയ ശുശ്രൂഷ ചെയ്യാൻ പോവാണ്. ആ ശുശ്രൂഷ ഒത്തിരി വർഷങ്ങളായിട്ട് നിരാശയിൽ കിടക്കുകയാണ് ചില മനുഷ്യർ. അതായത് എന്നാ ചെയ്തിട്ടും ഒരു അഭിവൃദ്ധി ഉണ്ടാവുന്നില്ല. അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു മെച്ചം കിട്ടുന്നില്ല. ഞാൻ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം, കുർബാനയിലാണ് എല്ലാ കുരുക്കും അഴിയുന്നത്. എവിടാ? കുർബാനയിൽ. അതുകൊണ്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പ് കർത്താവ് ഒരു പ്രേരണ, വ്യക്തിപരമായ പ്രാർത്ഥനയുടെ സമയത്തെല്ലാം തന്നു ആവർത്തിച്ച് തന്നുകൊണ്ടിരുന്ന ഒരു പ്രേരണയായിരുന്നു, ഒരു വിശുദ്ധ കുർബാനയുടെ ഒരു വിമോചന ശുശ്രൂഷ നടത്തണം. അപ്പൊ ആ ശുശ്രൂഷ നടത്താൻ കർത്താവ് അങ്ങനെ പ്രേരണ തന്നുകൊണ്ടിരുന്നു. പിന്നെ പതുക്കെ അതിൻ്റെ ഒരു വ്യക്തത കിട്ടി. കുറെ നാളുകൾക്ക് ശേഷം ഓരോ അപ്ഡേറ്റ് കിട്ടി എനിക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടി. അപ്പൊ അതിനെക്കുറിച്ചുള്ള അറിയിപ്പാണ് 24 വരാൻ പോണേ. ആ 24 ആ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് 7 ദിവസം ഉണ്ട് ഒരുങ്ങാൻ. നിങ്ങൾക്ക് എത്ര ദിവസമുണ്ട്? ജൂലൈ 31 ആ ശുശ്രൂഷ തുടങ്ങും. നിങ്ങളെല്ലാം വീട്ടിൽ കിട്ടും. അത് മനസ്സിലായോ? മൗണ്ട് കാർമലിന്റെ യൂട്യൂബ് ചാനലിൽ കിട്ടും. അതുപോലെ എല്ലാ കേരളത്തിലെ എല്ലാ കാത്തലിക് ടെലിവിഷൻ ചാനലുകളിലും അത് വരും. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക്, വയ്യാതെ കിടക്കുന്നവർക്ക്, യൂട്യൂബ് ഇല്ലാത്തവർക്ക് ഒക്കെ എല്ലാവർക്കും ഇത് കിട്ടും. ഫോണുള്ളവർക്ക് ഫോണിൽ കാണാം, TV ഉള്ളവർക്ക് TV കാണാം. അങ്ങനെ ശുശ്രൂഷയാണ്. ഞാൻ ടൈമിംഗ് ആണ് പറയാം. ടൈമിംഗ്, ഇതെന്ന് തുടങ്ങണം, എന്ന് തീർക്കണം എന്നൊക്കെ നമുക്ക് ആശയക്കുഴപ്പമുണ്ടല്ലോ. ഇത് കർത്താവിന്റെ ഒരു കാര്യമാകുമ്പോൾ കർത്താവിന്റെ ഒരു ടൈമുണ്ട് എല്ലാത്തിനും. അപ്പൊ ഇതൊന്നും അറിയുന്നതിന് മുമ്പ്, ഈ ജൂലൈ 31 ഇത് തുടങ്ങും എന്നറിയുന്നതിന് മുമ്പ്, അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഒന്നുമില്ല. ഇങ്ങനൊരു ശുശ്രൂഷയുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ മാനസികമായി പ്രാർത്ഥിച്ച് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു സ്വരം കിട്ടി, നിങ്ങൾ മൗണ്ട് കാർമലിലുള്ളവര് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങളത് ഏറ്റെടുത്തു. ആ ഉപവാസ പ്രാർത്ഥന തീരുന്നത് ജൂലൈ 30 നിങ്ങളുടെ ശുശ്രൂഷ തുടങ്ങുന്നത് 31. ഇതാരും ഹ്യൂമൻലി പ്ലാൻ ചെയ്തതല്ല. ഇത് ഞാൻ പ്ലാൻ ചെയ്തതല്ല. ഇത് അങ്ങനെ വന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അങ്ങനെ വന്നതാണ്. ഇതാണ് ഈ ഡിവൈൻ ടൈം. എല്ലാ കാര്യത്തിനും ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. 6-ാം മാസം. അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് മാറത്തില്ല. ദൈവവേദന എന്താ ചെയ്യണ്ടേ? ദൈവം ഒരുക്കുന്ന സമയത്ത് നീ അവിടെ ഉണ്ടാവണം. ഹല്ലേലൂയാ. മനസ്സിലായോ? 38 കൊല്ലം തളർന്നു കിടന്നവന്റെ രോഗക്കിടക്കയിൽ യേശു വന്നത് 38ാമത്തെ വർഷം. അവൻ അതിന്റെ തലേന്ന് ആരുടെയെങ്കിലും സഹായം തേടി വീട്ടിലേക്ക് പോയിരുന്നെങ്കിലോ? യേശു വരുമ്പോൾ അവൻ അവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. അവന്റെ പേര് തിരുവെഴുത്തിൽ എഴുതപ്പെടത്തില്ലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ?
എത്രയോ തളർവാദ രോഗികൾ ജെറുസലേമിലുണ്ടായിരുന്നു. പക്ഷെ ഇവന്റെ സംഭവം തിരുവഴുത്തിന്റെ ഭാഗമായെങ്കിൽ അതെന്തുകൊണ്ടാണ്? യേശു വന്നപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. When the presence of God is activating, you must make yourself available. ദൈവ സാന്നിധ്യത്തിന്റെ മേഘം ഇറങ്ങി വരുമ്പോ നീ അവിടെ ഉണ്ടാവണം. പറഞ്ഞ ഹല്ലേലൂയ. പല വഴികളും നോക്കും സാത്താൻ നിന്നെ അവിടുന്ന് ചാടിക്കാൻ. ഒരു തീ ഇറങ്ങുന്നിടത്ത് നിന്ന് നിന്നെ ചാടിക്കാൻ പിശാച് പല വഴിയും നോക്കും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നീ അവിടെ വേണം. അതിനാണ് വീട്ടിൽ കുടുംബ പ്രാർത്ഥന. അവിടെ നീ വേണം ചേട്ടാ. കുർബാന പള്ളി നടക്കുമ്പോ നീ അവിടെ വേണം. കാരണം നിന്റെ ടൈം, നിന്റെ കൈറോസ്, നിന്റെ ഡിവൈൻലി അപ്പോയിന്റഡ് ടൈം, ദൈവം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സമയം. അങ്ങനൊരു സമയം ഉണ്ടോ? ഉണ്ടടാ, ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അടിമുടി മേൽകീഴ് മറിക്കുന്ന ഒരു സമയമുണ്ട്. ഉണ്ട്. മനസ്സിലായോ? അത് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും. മനസ്സിലായോ? സാവൂള് പൗലോസാവുന്ന ടൈം, സാവൂള് പൗലോസാവുന്ന ടൈം. മനസ്സിലായോ? നിന്റെ മേൽ അഭിഷേകത്തിന്റെ കുഴല് തുറന്ന്, അഭിഷേക തൈലത്തിന്റെ കുഴല് തുറന്ന് ദൈവം തലയിലോട്ട് ഒഴിക്കുന്ന ഒരു സമയം ഉണ്ട്. ഉണ്ട് ചേട്ടാ, ഉണ്ട്. മനസ്സിലായോ? ഉണ്ട്. ഈ മരിക്കുന്നതിന് മുമ്പ് ആ സമയം കടന്നേ മരിക്കാവൂ. അതായത് പിശാച് നാണം കെട്ട് നിൽക്കുന്ന ഒരു സമയം ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. 6-ാം മാസം, 6-ാം മാസം, 6-ാം മാസം. മനസ്സിലായോ? ഒരു മാലാഖ നിന്റെ വീടിന്റെ അകത്തെ മുറിയിലേക്ക് പറന്നു വരുന്ന ഒരു സമയം ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിലായോ? ഇത് നിങ്ങൾ വിചാരിക്കുന്നറിയാം. മനുഷ്യൻ, ഞാൻ പലരുടെയും ജീവിതം കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവർക്ക് പ്രത്യാശ എന്ന് പറഞ്ഞൊരു സാധനമില്ല. പ്രത്യാശ എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് എന്താണ്? എല്ലാം തീർന്നല്ലോ, അത് തീർന്നു, ഇത് തീർന്നു, അവിടെ പോയി ഇത് തീർന്നു. മോനെ, നീ ദൈവത്തെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. നിനക്ക് ദൈവത്തിന്റെ തല അറിയില്ല, നിനക്ക് ദൈവത്തിന്റെ ജ്ഞാനം അറിയില്ല, നിനക്ക് ദൈവത്തിന്റെ വഴി അറിയില്ല. അതുകൊണ്ടാണ്. നീ കാണാത്ത വഴിയുണ്ടടാ അവന്റെ തലക്കകത്ത്. ഈ കുഴി കിടന്നവന്റെ അവനോട് കർത്താവ് ചോദിച്ച ചോദ്യം എന്താണ്? നിനക്ക് സൗഖ്യപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്നല്ലേ മോളെ ചോദിച്ചേ. നിനക്ക് സൗഖ്യപ്പെടാൻ ആഗ്രഹമുണ്ടോ? അവൻ എന്നെ മറുപടി പറഞ്ഞേ, വെള്ളത്തിലിറക്കാൻ. ആര് ചോദിക്കുമ്പോ അങ്ങനെയാണോ ഉത്തരം പറയണ്ടേ? സൗഖ്യപ്പെടാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, മോളെ നിനക്ക് ചായ വേണോ എന്ന് ചോദിച്ചാൽ വേണോന്നോ, വേണോ വെച്ചാ വേണ്ട അച്ഛന്നല്ലേ മറുപടി പറയണ്ടേ? അങ്ങനല്ലേ പറയണ്ടേ? അതിന് വരെ സൗഖ്യപ്പെടാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവൻ എന്നെ മറുപടി പറഞ്ഞേ, വെള്ളത്തിറക്കാൻ ആരുമില്ലെന്ന്. എടാ, നിന്നോട് വെള്ളത്തിറക്കാൻ ആരുണ്ടോ ചോദിച്ചോ? ഇല്ല. സുഖപ്പെടണോന്നല്ലേ ചോദിച്ചോളൂ. പിന്നെ അങ്ങനെയാണ് ഇതിന് അവനങ്ങനെ പറഞ്ഞേ. അവൻ ചോദ്യത്തിന് ഉത്തരം പറയാതിരുന്ന എന്താ? അതായത് അവന്റെ മുമ്പില്, അവന്റെ കണ്ണില്, അവന്റെ പൊട്ടബുദ്ധിയില്, അവന്റെ വീട്ടുകാര് പറഞ്ഞനുസരിച്ച് സൗഖ്യപ്പെടാൻ അവന്റെ കൺമുമ്പില് ഒറ്റ വഴിയേ ഉള്ളൂ. അത് ഈ വെള്ളത്തിൽ ഇറങ്ങുന്നതാണ്. എന്നാൽ ഈ കരയ്ക്ക് നിൽക്കുന്നവൻ പറയാണ്, എടാ, വെള്ളം ഉണ്ടാക്കിയവനാണ് ഞാൻ. എനിക്ക് നിന്നെ വെള്ളത്തിൽ ഇറക്കാതെ സുഖപ്പെടുത്താൻ പറ്റും. മനസ്സിലായ? ഈ വെള്ളം ഉണ്ടാക്കിയവനാണ് ഞാൻ. നിന്നെ ഞാൻ വെള്ളത്തിൽ ഇറക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ കണ്ണിൽ ഒരു വഴിയേ ഉള്ളൂ. നിന്റെ ദൈവത്തിന്റെ കണ്ണില് കോടാനുകോടി വഴികളുണ്ട്. അപ്പൊ ഈ മനുഷ്യനുണ്ടല്ലോ, നിരാശപ്പെട്ടിട്ട് ഇനിയില്ല, എല്ലാം തീർന്നു, ആ വഴി അടഞ്ഞില്ല, ഈ വഴി അടഞ്ഞില്ല. അത് അടച്ചതാണ് ദൈവം. മനസ്സിലായോ? അത് അടച്ചതാണ് ദൈവം. എന്തിനാണെന്നറിയാമോ? അല്ലെങ്കിൽ നീ ആ വഴി നോക്കി ഇരുന്നിട്ട് കാക്കയെ നോക്കി ഇരുന്ന പോലെ ആയിപ്പോയനെ. നീ ആ വഴി നോക്കി ഇരുന്നേനും ദൈവം അടച്ചതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, 6-ാം മാസം എന്നൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ, ഒരു വാക്കൻ്റെത്. പരിശുദ്ധമ്മയുടെ വീട്ടില് ഈശോ വന്ന 6-ാം മാസം, അതുപോലൊരു 6-ാം മാസം എനിക്കുണ്ട്, നിനക്കുണ്ട്. കർത്താവ് വരും. ഇത് കെട്ടുകഥ, ചിന്ത, വെറുതെ ഭാവന, അല്ലെങ്കിൽ കെട്ടുകഥ, ഒരാശയം. അങ്ങനെയല്ല. There is a time, there is an appointed time, there is a divinely appointed time, there is a divinely designed time for you. Jesus will come. ഈ മാലാഖ വരും.